ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിലും തമിഴിലുമായി മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന 5 സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അതിൽ ആദ്യ ചിത്രം മമ്മൂട്ടി ചിത്രമായ ടർബോ തന്നെയാണ്. മമ്മൂട്ടി കമ്പനിയുടെ മറൽ മമ്മൂട്ടി നിർമ്മിച്ച് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി വൈശാഖ് സംവിധാനം ചെയ്ത ഈ സിനിമ മെയ് 23-നാണ് തിയേറ്ററിലെത്തിയത്. ലോകമെമ്പാടുമായി ഈ ചിത്രം 70ഓളം രാജ്യങ്ങളിൽ ഒരുമിച്ച് റിലീസ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ഇന്നലെ ശനിയാഴ്ചയോടെ 10 ദിവസം പിന്നിടുമ്പോൾ GCC രാജ്യമായ സൗദി അറേബ്യയിൽ ഇൻഡസ്ട്രി ഹിറ്റ് നേടിയെടുത്തിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന മലയാള സിനിമ ഇപ്പോൾ ടർബോയാണ്. ആദ്യ ദിവസം 17 കോടി 30 ലക്ഷം ലോകമെമ്പാടുമായി കളക്ട് ചെയ്ത സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 52 കോടി 11 ലക്ഷം രൂപയാണ്. ഇത് സംബന്ധമായ ഔദ്യോഗിക പോസ്റ്റർ മമ്മൂട്ടി കമ്പനി പുറത്തിറക്കിയിരുന്നു. അതിനുശേഷം ചിത്രത്തിന്റെ ഔദ്യോഗിക കളക്ഷൻ സംബന്ധമായി ഒരു പോസ്റ്ററും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. 10-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് 1.5 കോടിയോളം രൂപയാണ്. ഇതോടെ ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 28 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 11-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ ചിത്രത്തിന് മികച്ച ബുക്കിംഗ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പോയാലും കേരളത്തിൽ നിന്ന് 2-2.5 കോടി റേഞ്ചിൽ കളക്ഷൻ ഇന്ന് നേടിയെടുക്കാനാണ് സാധ്യത. 11-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയോടെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 30-31 കോടി റേഞ്ചിൽ എത്തിച്ചേരുന്നതാണ്. ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായി യാതൊരുവിധ വിവരങ്ങളും ഔദ്യോഗികമായോ അല്ലെങ്കിൽ ട്രാക്കർമാരോ പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ 10 ദിവസം കൊണ്ട് 70-71 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ 11-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയോടെ 75 കോടി ക്ലബിൽ എത്തപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സംബന്ധമായി മമ്മൂട്ടി കമ്പനിയുടെ ഔദ്യോഗിക പോസ്റ്റർ അടുത്ത ദിവസം പുറത്തുവരും എന്നും കരുതാവുന്നതാണ്. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന താരങ്ങളായി വിപിൻ ദാസ് സംവിധാനം ചെയ്ത് മെയ് 16-ന് തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറുന്ന സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ചിത്രം ഇന്നലെ 17-ാം ദിവസമായ ശനിയാഴ്ച കേരള ഗ്രോസ് കളക്ഷനായി വീണ്ടും 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 1 കോടിക്ക് താഴെ വന്നിരുന്നു. ഇതോടെ 17 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 41 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 17 ദിവസം പിന്നിട്ട ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 81 കോടിക്ക് മുകളിലുമാണ്. അൽതാഫ് സലീം, അനാർക്കലി മരക്കാർ, ഗണപതി എന്നിവർ പ്രധാന താരങ്ങളായി വിനോദ് ലീല സംവിധാനം ചെയ്ത് മെയ് 24 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മന്ദാകിനി. മികച്ച ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ എന്ന് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ കഴിഞ്ഞ ദിവസങ്ങളിലാണ് GCCയിലും വിദേശ രാജ്യങ്ങളിലും റിലീസ് ചെയ്യപ്പെട്ടത്. കേരളത്തിൽ ആദ്യ 8 ദിവസം കൊണ്ട് 2 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ 9-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയോടെ 2 കോടി 25 ലക്ഷം രൂപയിലേക്ക് എത്തി നിൽക്കുകയാണ്. 2 ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ GCC ഓവർസീസ് കളക്ഷനായി 40 ലക്ഷത്തോളം രൂപയും ഈ ചിത്രം നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 9 ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 2 കോടി 65 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 3 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ വിജയത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ബിജു മേനോൻ, ആസിഫ് അലി എന്നിവർ പ്രധാന താരങ്ങളായി ജിസ്റ്റോയി സംവിധാനം ചെയ്ത് മെയ് 24 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് തലവൻ. ഈ ചിത്രം ഇന്നലെ 9-ാം ദിവസമായ ശനിയാഴ്ച കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് ഏകദേശം 80 ലക്ഷത്തോളം രൂപയാണ്. ഇതോടെ ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ ഏകദേശം 7 കോടിക്ക് അടുത്ത് എത്തി നിൽക്കുകയാണ്. ഈ ചിത്രം 9 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 11 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. 6 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഇന്ന് ഞായറാഴ്ചയോടെ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുക്കുന്നതാണ്. സൂരി, ശശികുമാർ, ഉണ്ണി മുകുന്ദൻ എന്നിവർ പ്രധാന താരങ്ങളായി RS സുരേഷ്, സെന്തിൽകുമാർ സംവിധാനം ചെയ്ത് മെയ് 31 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഗരുഡൻ. വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറുന്ന ഈ സിനിമ ആദ്യ ദിവസം തമിഴ്നാട് കളക്ഷനായി 4 കോടിയോളം രൂപ കളക്ട് ചെയ്തിരുന്നു. 2-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ ചിത്രം തമിഴ്നാട് കളക്ഷനായി 4.5 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 2 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി 8.5 കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 13 കോടിയോളം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഈ 5 സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.